വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവുകളും എല്ലാം നിറഞ്ഞ നല്ലവരായ മുത്തുമുമിനീങ്ങളെ, മുത്തുമുമിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശുദ്ധമായ റമളാനും നമ്മൾ നോൽക്കുന്ന നോമ്പുകളും പരിശുദ്ധമായ റമളാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും യജമാനനായ റബ്ബ് പരിപൂർണമായി നമ്മിൽ നിന്ന് കബൂല് ചെയ്ത് ഈമാനോടുകൂടെ ജീവിച്ച് നല്ല ദീർഘായുസ്സോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ച് അവസാനം മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ഖൽബ് ലംഘി മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാനിലെ 12ാമത്തെ ദിവസമാണ് നമ്മളുള്ളത്. വിശുദ്ധ റമളാനിലെ 11ാമത്തെ ദിവസമാണ് നിങ്ങളുള്ളത്. നാട്ടുകാർക്കൊക്കെയും ഇന്ന് റമളാൻ 11ആണ്. പരിശുദ്ധമായ ഒന്നാമത്തെ 10 കാരുണ്യത്തിന്റെ 10 കഴിഞ്ഞ് 2ാമത്തെ 10ലാണുള്ളത്. ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ശുദ്ധമായ റമളാനിലെ 2ാമത്തെ 10ൽ ധാരാളമായി നമ്മൾ ചെയ്യേണ്ടത് യജമാനനായ റബ്ബിനോട് നിരന്തരമായി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്നുള്ളതാണ്. ധാരാളം ഇസ്തിഗ്ഫാർ റബ്ബിനോട് ചോദിക്കണം. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും പുതിയ സാഹചര്യങ്ങൾ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും രക്ഷ കിട്ടണമെന്ന നല്ല നെയ്യത്തോടുകൂടെ എല്ലാവരും ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാനാണ്. അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. നമ്മൾ ഇന്ന് ഈ മഹത്തായ പരിപാടി നടക്കുന്നത് നമ്മുടെ ദുബായിലെ ദേരയിലുള്ള പ്രിയപ്പെട്ട മുദിയങ്ങ അയ്യൂബ് ഖാന്റെ വീട്ടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യക്കും അദ്ദേഹത്തിന്റെ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാ ഖൈറാത്തുകളും എല്ലാ ബറക്കാത്തുകളും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ ബന്ധവും ഈ സ്നേഹവും ദുനിയാവിൽ ചുരുക്കാതെ ഇത് ആഖിറത്തിലേക്കുള്ള ബന്ധമായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال الملائكة تصلي على أحدكم ما دام في مصلاه الذي صلى فيه ما لم يحدث نقول اللهم اغفر له اللهم ارحمه. ഒരാള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ അവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു പള്ളിയിലേക്ക് കയറിയ ഉടനെ അവിടെ പോയി ഇരിക്കരുത്, പള്ളിയിൽ ഇരിക്കരുത്. നിസ്കാരത്തിന്റെ സമയമായാൽ ഇഖാമത്ത് കൊടുക്കാനായി എന്നറിഞ്ഞാൽ ഇരിക്കാതെ അവിടെ നിന്ന് ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ നിസ്കരിക്കുകയാണ് വേണ്ടത്. സ്വാഭാവികമായും അങ്ങനെ ഒരാൾ ഇരുന്നു കഴിഞ്ഞാൽ അയാൾക്കുള്ള വലിയൊരു നഷ്ടം അവിടെ സംഭവിക്കുകയാണ്. ളുഹർ നിസ്കാരത്തിന്റെ സമയമായി, അല്ലെങ്കിൽ നമ്മൾ ഒളുവെടുത്ത് വന്നതാണ്, അവിടെ ഒരു 2 റക്അത്ത് നിസ്കാരം കൊണ്ട് 3 നിസ്കാരങ്ങൾ നിസ്കരിച്ച കൂലി അല്ലാഹു നമുക്ക് തരികയാണ്. അപ്പൊ ഉദാഹരണത്തിന് ഒരാള് ഒളുവെടുത്ത് പള്ളിയിലേക്ക് വന്നാൽ അയാള് ളുഹറിന്റെ മുമ്പുള്ള മുഅക്കദായ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ 2 റക്അത്ത് നിസ്കാരം കൊണ്ട് അയാൾക്ക് 3 നിസ്കാരങ്ങൾ ലഭിക്കുകയാണ്. ഏതൊക്കെയാണ് ആ നിസ്കാരങ്ങൾ എന്ന് ചോദിച്ചാൽ, ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലി ലഭിക്കുന്നു.
അതുപോലെ തന്നെ അയാള് തഹിയ്യത്ത് നിസ്കരിച്ച കൂലി ലഭിക്കുന്നു. വുളൂഇന്റെ ശേഷം ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്, ആ നിസ്കാരത്തിന്റെ കൂലിയും. അങ്ങനെ ഒരൊറ്റ നിസ്കാരം കൊണ്ട് ഒരു വടിക്ക് 3 പക്ഷി എന്ന് പറയുന്നത് പോലെ ഒരു 2 റക്അത്ത് നിസ്കാരം കൊണ്ട് 3 നിസ്കാരങ്ങൾ നിസ്കരിച്ച കൂലി അയാൾക്ക് അള്ളാഹു നൽകുകയാണ്. പള്ളിയിൽ കയറിയ ഉടനെ തഹിയ്യത്ത് കിട്ടണമെങ്കിൽ അവിടെ ഇരിക്കാൻ പാടില്ല. ഇരിക്കലോടുകൂടെ തഹിയ്യത്തിന്റെ അവകാശം നഷ്ടപ്പെട്ടു എന്നാണ്. പിന്നെ അയാൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കാൻ പറ്റുകയില്ല. അതോടുകൂടെ തഹിയ്യത്തിന്റെ സാഹചര്യവും അതിനുള്ള അവസരവും അയാൾക്ക് നഷ്ടപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോ അയാൾക്ക് മറ്റുള്ള നിസ്കാരങ്ങളുടെ അഥവാ തഹിയ്യത്തിന്റെയും വുളൂഇന്റെ ശേഷവുമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലി ലഭിക്കണമെങ്കിൽ ഭൂരിഭാഗം മഹാന്മാരും പറയുന്നത് നിയ്യത്ത് വെക്കണമെന്നാണ്. പക്ഷേ ചില പണ്ഡിതന്മാർ നിയ്യത്ത് വെക്കണമെന്നില്ല. നിസ്കാരം നടക്കലോടുകൂടെ തന്നെ അയാൾക്ക് അതിന്റെ കൂലി ലഭിക്കും. കാരണം നിസ്കാരം തഹിയ്യത്ത് എന്ന് പറയുന്നത് പള്ളിയിൽ കയറിയാലുള്ള 2 റക്അത്ത് നിസ്കാരമാണ്. അപ്പൊ ആ നിസ്കാരം ഇതിൽ വന്ന് ഒരാൾ വുളൂഎടുത്ത ശേഷമുള്ള നിസ്കരിക്കുമ്പോൾ അതിന് ശേഷമുള്ള നിസ്കരിച്ച കൂലിയും കിട്ടും. ഏതായിരുന്നാലും അങ്ങനെയൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിയ്യത്ത് വെച്ചാൽ അത് അഭികാമ്യമാണ്, അത് ഏറ്റവും നല്ലതാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വുളൂഇന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഒരു ചെറിയ നിസ്കാരമല്ല. മഹാനായ റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങള് ഇസ്റാ വൽ മിഅ്റാജിന്റെ യാത്ര പോയ സമയത്ത് സ്വർഗ്ഗത്തിൽ കുറെ കാൽപ്പാടുകൾ കണ്ടു എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങള് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച് ചോദിച്ചു, ജിബ്രീൽ, ഇത് ആരുടെ കാൽപ്പാടുകളാണ് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടിയാണ്, യാ റസൂലല്ലാഹ്, ഇത് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽപ്പാടുകളാണ്. സ്വർഗത്തിൽ എന്തേ മഹാനവറുകളുടെ കാൽപ്പാടുകൾ ഞാൻ കാണാൻ കാരണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടിയാണ്, പൊന്നാര നബിയെ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോൾ വുളൂഎടുത്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. വുളൂഎടുത്ത ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉപേക്ഷിക്കാറില്ല. ആ സന്തോഷങ്ങളെല്ലാം കണ്ടുവന്നിട്ട് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മുത്തു റസൂലുള്ളാഹി ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ സ്വർഗത്തിൽ കാൽപ്പാടുകൾ കണ്ടല്ലോ, എന്താണ് നിങ്ങൾ ചെയ്ത അമല്, നിങ്ങൾ നിത്യമായി ചെയ്യുന്ന ആ സൽക്കർമ്മം എന്താണ്? നബിയെ, ഞാന് വുളൂഎടുത്താൽ 2 റക്അത്ത് നിസ്കാരം ഉപേക്ഷിക്കാറില്ല. ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല ആ നിസ്കാരം നമുക്കതിന്റെ കൂലി ഒരു 2 റക്അത്ത് നിസ്കരിക്കലോടുകൂടെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പൊ അത് ളുഹർ നിസ്കരിച്ചാലും കിട്ടും ആ കൂലി. ളുഹർ നിസ്കരിക്കുകയാണ് ഒരാൾ പള്ളിയിൽ വുളൂഎടുത്ത് കയറിയ ഉടനെ ഒരാൾ പോയി ളുഹറാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ആ ളുഹർ നിസ്കരിക്കുന്ന സമയത്തും ഈ 2 റക്അത്ത് നിസ്കരിച്ച കൂലി അയാൾക്ക് അള്ളാഹു കൊടുക്കുകയാണ്. അപ്പൊ അതിന് നിയ്യത്ത് വേണമെന്നതാണ് ശാഫിഈ മദ്ഹബുകാരായ പ്രബലമായ അഭിപ്രായം. അതിനൊക്കെ നിയ്യത്ത് വേണമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ളുഹറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്നതോടൊപ്പം തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കാരവും അതുപോലെ വുളൂഇന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം കൊണ്ട് 3 നിസ്കരിച്ച നിസ്കാരത്തിന്റെ കൂലി ലഭിക്കുകയാണ്. ഇത് എല്ലാ വക്തുകളിലും നമുക്ക് ലഭിക്കുകയാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യമാണ്, എല്ലാ നിസ്കാരങ്ങളുടെയും കൂടെ എല്ലാ നിസ്കാരങ്ങളും കൂട്ടിയോജിപ്പിച്ച് നിസ്കരിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരാള് ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്.
ആ 4 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ 2 റക്അത്ത് നിസ്കരിക്കുമ്പോ 4 റക്അത്തും കൂടി കരുതുക, അത് പാടില്ല. വക്ത് നിർണയിക്കപ്പെട്ട നിസ്കാരങ്ങളുടെ കൂടെ വക്ത് നിർണയിക്കപ്പെടാത്ത നിസ്കാരങ്ങൾ കൂട്ടി നിസ്കരിക്കാം. വക്ത് നിർണയിക്കപ്പെട്ട നിസ്കാരങ്ങളുടെ കൂടെ വക്ത് നിർണയിക്കപ്പെടാത്ത നിസ്കാരങ്ങൾ അത് കൂട്ടി നിസ്കരിക്കാം. അതേ സമയത്ത് വക്ത് നിർണയിക്കപ്പെട്ട നിസ്കാരങ്ങൾ കൂട്ടി നിസ്കരിക്കാൻ പാടില്ല. ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ളുഹാ നിസ്കരിക്കുകയാണ്, അതിന്റെ കൂടെ തഹിയ്യത്ത് നിസ്കരിക്കാം, അതിന്റെ കൂടെ വുളൂഇന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാം. ളുഹർ നിസ്കരിക്കുകയാണ്, അതിന്റെ കൂടെ ഒരാള് ളുഹർ നിസ്കാരത്തിന്റെ കൂടെ ഒരാള് ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കൂട്ടി നിസ്കരിക്കാൻ പാടില്ല. ളുഹർ നിസ്കാരത്തിന്റെ കൂടെ തഹിയ്യത്ത് നിസ്കരിക്കാം, ളുഹർ നിസ്കാരത്തിന്റെ കൂടെ വുളൂഇന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാം. ഇനി ഒരാള് തറാവീഹ് നിസ്കരിക്കുകയാണ്, കുറെ സുബഹി അയാൾക്ക് ഖളാവുണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ തറാവീഹ് നിസ്കാരത്തിന്റെ കൂടെ അയാൾക്ക് തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് സുബഹിയുടെ നിയ്യത്ത് വെച്ചിട്ട് ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാം. അതിനൊരു ചർച്ച ഇപ്പൊ പൊതുവെ സോഷ്യൽ മീഡിയകളിൽ ധാരാളമായി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ച ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബഹി നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ തറാവീഹ് നിസ്കാരത്തിന്റെ പിന്നിൽ മഅ്മൂമായി തുടർന്ന് നിസ്കരിക്കാമോ? യാതൊരു കുഴപ്പമില്ല. പക്ഷെ രണ്ടും കൂടി ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റൂല. സുബഹി നിസ്കാരം മാത്രം നിസ്കരിക്കാം, അതേസമയത്ത് സുബഹിയും തറാവിയും കൂടി ഒന്നിച്ചു കൂട്ടി നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ ഒരാൾ ഖളാ ഉണ്ടെങ്കിൽ അയാൾക്ക് നല്ലത് എപ്പോഴെങ്കിലും അങ്ങനെ ഖളാ ആക്കാമെന്നോ അങ്ങനെ ഖളാ ആക്കണമെന്നോ അങ്ങനെ ആക്കി തറാവീന്റെ പിന്നിൽ നിസ്കരിക്കണമെന്നോ അല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ സുബഹി നിസ്കാരം ഉള്ള ഒരാൾക്ക് ഖളാ ഉണ്ടെങ്കിൽ, അയാൾ നിസ്കരിക്കാനുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടത് ഏതായാലും തറാവീഹ് നിസ്കരിക്കുകയാണ്. സുന്നത്ത് നിസ്കരിക്കുന്ന ആളുടെ പിന്നിൽ ഒരാൾക്ക് ഫർള് നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ശരിയാകുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ശരിയാകും എന്നതാണ്. അതിൽ യാതൊരു കുഴപ്പമില്ല. സുന്നത്ത് നിസ്കാരത്തിന്റെ പിന്നിൽ ഒരാൾക്ക് ഫർള് നിസ്കരിക്കാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശരിയാകും. യസിഹു എന്നാണ് മഹാന്മാർ അതിനെക്കുറിച്ച് കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചത്. സുന്നത്തിന്റെ പിന്നിൽ ഫർള് ശരിയാകും. ഫർള് നിസ്കരിക്കുന്ന ആളെ തുടർന്ന് സുന്നത്ത് നിസ്കരിക്കുന്ന ആള് നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാകും. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ 2 നിസ്കാരവും കൂട്ടി യോജിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളുണ്ട്, കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത നിസ്കാരങ്ങളും ഉണ്ട്. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഒരു വിഷയം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ഏറ്റവും സുന്ദരമായി പഠിപ്പിച്ച ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴാണ് വുളൂ മുറിയാതെ ഇരിക്കലാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും നല്ല സ്വഭാവം. ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. വുളൂ മുറിയാതെ, അഥവാ വുളൂ മുറിഞ്ഞാൽ ഉടനെ വുളൂ എടുക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ അൽ അഹ്ദൽ അവേലത്ത് തങ്ങൾ ഉപ്പാപ്പ അവര് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചത് വുളൂ നിത്യമായി കൊണ്ട് നടക്കാനായിരുന്നു. വുളൂ കൃത്യമായി കൊണ്ട് നടന്നാൽ അയാൾക്കൊരു അപകടം ഉണ്ടാവൂല. അയാൾ വലിയ വലിയ ബലാകളിൽ നിന്ന് രക്ഷപ്പെടും, വലിയ മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. എല്ലാ പ്രയാസങ്ങളും രക്ഷപ്പെടാൻ വുളൂ ദായിമാക്കുക എന്നത് അതൊരു നല്ല സ്വഭാവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങനെ നിത്യമായ ഒരു വുളൂ ഉള്ള ആളായി നമ്മൾ ജീവിച്ചാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് أشهد أن لا إله إلا الله
أشهد أن محمد رسول الله. أشهد أن محمد رسول الله. إلا بالله العلي العظيم. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر. لا إله إلا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض. من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഏതായിരുന്നാലും അതിലേക്ക് ഞാൻ കൂടുതൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെയും ആ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ബാപ്പയായ അബ്ദുൽ മുത്തലിബ് ബലിയറുക്കാൻ വേണ്ടി കൊണ്ടുപോയ ഒരു സംഭവത്തിന്റെ ചരിത്ര പശ്ചാത്തലം വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന ഔറാദുകൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബാകുന്ന ഉപ്പാപ്പ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ള എന്നവരുടെ ഒരു ബലികർമ്മവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം നമുക്ക് കിതാബിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്താണ് അതിനുണ്ടായ ഒരു ചരിത്ര പശ്ചാത്തലം? എന്താണ്, എങ്ങനെയാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ അബ്ദുൽ മുത്തലിബ് ബലിയറുക്കാൻ കൊണ്ടുപോയത്? ഇബ്നു ദബീഹൈൻ, രണ്ട് ബലിയറുക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ ബലിയറുക്കാൻ വേണ്ടി തീരുമാനിച്ചവരുടെ മകൻ എന്ന ഒരു പേര് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. ഇബ്നു ദബീഹൈൻ, രണ്ട് ബലിയറുക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടവരുടെ മകൻ. യഥാർത്ഥത്തില് നമ്മൾ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ മുത്തുനബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബലിയറുക്കാൻ വേണ്ടി കൊണ്ടുപോയതും അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര പശ്ചാത്തലങ്ങളും സംഭവങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാമതൊരു ബലിയറുക്കൽ കർമ്മത്തിന് കൂടി മക്ക സാക്ഷിയാകേണ്ടതായിരുന്നു. അത് അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള എന്ന് പറയുന്ന മകനെ ബലിയറുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്.
അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന പഠനത്തിന്റെ ഇടയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസം കിണറിന്റെ പുനരുദ്ധാരണത്തെ കുറിച്ച് പഠിച്ചിരുന്നു. അബ്ദുൽ മുത്തലിബിന് അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്, ഇന്നാലിന്ന സ്ഥലത്ത് സംസം കിണറുണ്ട്, അത് കുഴിക്കണം. അതിന് എവിടെയാണ് സ്ഥലമെന്ന് അറിയാതായപ്പോ വീണ്ടും കിടന്നപ്പോൾ വീണ്ടും അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുത്തു. ആ കിണറുള്ള സ്ഥലത്ത് അറബികളായ ആളുകൾ അവർ ബലിയെറുത്ത മൃഗത്തിന്റെ കാഷ്ടങ്ങളും അതുപോലെ തന്നെ രക്തങ്ങളും തളം കെട്ടി കിടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്കൊരു ചുവന്ന കാലുള്ള ഒരു കറുത്ത കാക്കയെ കാണാൻ കഴിയും. അങ്ങനെ ആ ഉറക്കിൽ ഞെട്ടി ഉണർന്ന് മഹാനായ അബ്ദുൽ മുത്തലിബ് മകനായ ഹാരിസ് എന്ന് പറയുന്ന ഒരു മോന്, അന്ന് ആ ഒരു മോന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരുപാട് മക്കളെ അബ്ദുൽ മുത്തലിബിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അന്ന് ഹാരിസ് എന്ന് പറയുന്ന മൂത്ത മകൻ മാത്രമേ അബ്ദുൽ മുത്തലിബിന്റെ കൂടെയുള്ളൂ. അങ്ങനെ രണ്ടുപേരും ആരും സഹായിക്കാനില്ല. നേരെ കഅബന്റെ അടുത്ത് പോയി നോക്കുമ്പോ കറക്റ്റാണ്, സ്വപ്നത്തിൽ കണ്ടതുപോലെ അവിടെ ആ ബലിമൃഗത്തിന്റെ ആളുകൾ ബലിയെറുത്ത മൃഗത്തിന്റെ കാഷ്ടങ്ങളും അതിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ കൂടിക്കിടക്കുന്നു. അതിന്റെ തൊട്ടടുത്തൊരു കാക്ക നിൽക്കുന്നു. ആ കാക്കയുടെ കാല് ചുവന്ന കാലായിരുന്നു. അങ്ങനെ അവിടെ ഒരു സംസം കിണറിന്റെ പുനരുദ്ധാരണം നടക്കുകയാണ്. കുഴിച്ച് അവസാനം നോക്കുമ്പോ ഇസ്മായിൽ നബി അലിഹിസ്സലാമിന്റെ കാലിൽ നിന്ന് കാല് തട്ടി അത്ഭുതകരമായി പുറപ്പെട്ട ആ സംസം വെള്ളം കണ്ടെത്തുകയും അങ്ങനെ രണ്ടാമതായി സംസം കിണർ ആളുകൾക്ക് കാണിച്ചു കൊടുത്ത ആ വലിയ ബഹുമാനവും ആദരവും ലഭിച്ച മഹാനാണ് അബ്ദുൽ മുത്തലിബ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ. പക്ഷെ അന്ന് ഈ മകൻ മാത്രമേ ഉള്ളൂ. ഈ മകൻ മാത്രമുള്ള ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആളുകൾ പലതും അബ്ദുൽ മുത്തലിബിനെ കളിയാക്കാൻ തുടങ്ങി. ആകെ ഒരു മോനേ ഉള്ളൂ, എന്താ നിങ്ങളെ ഭാര്യ എന്താ പ്രസവിക്കാത്തത്, നിങ്ങൾക്ക് കുറെ ഭാര്യമാരുണ്ടല്ലോ എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ കളിയാക്കുന്നു. അബ്ദുൽ മുത്തലിബ് ആണെങ്കിൽ സംസം കിണറിന്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കണം, അത് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോ അത് സമ്മതിക്കാൻ മക്കയിലെ ഖുറൈശികളായ ചില ആളുകൾ തയ്യാറാകുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് മഹാനായ അബ്ദുൽ മുത്തലിബ് പ്രഖ്യാപിക്കുന്നത്, അല്ലാഹുവേ എനിക്ക് നീ 10 മക്കളെ തന്നാൽ അതിൽ ഒരു മകനെ ഞാൻ നിനക്ക് വേണ്ടി ബലിയെറുക്കാൻ തയ്യാറാണ് അല്ലാഹ്. അങ്ങനെയാണ് ഈ സംഭവത്തിന് ഒരു കാരണമുണ്ടാകുന്നത്. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അന്ന് ആ ഒരു 10 മക്കളെ അല്ലാഹു അബ്ദുൽ മുത്തലിബിന് നൽകി. 10 മക്കളല്ല, ടോട്ടൽ 16 മക്കളുണ്ട്. അതിൽ 10 മക്കളെ അന്ന് ആ സംഭവം നടക്കുന്ന അന്ന് ഏറ്റവും ചെറിയ മോനെ അബ്ദുള്ള എന്ന് പറയുന്ന മോനായിരുന്നു. പിന്നീട് അതിന് ശേഷം സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു ഒക്കെ പിന്നീട് മുത്തു റസൂലുള്ളാഹിന്റെ ഖലാഫയായി ജനിച്ചിട്ടുള്ളത് വേറെ വിഷയം. പക്ഷെ അന്നത്തെ 10ാമത്തെ മകനായി ഉണ്ടായിരുന്നത് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ബാപ്പയാണ്. സ്വാഭാവികമായും അതിനൊരു സാഹചര്യം ഒരുങ്ങുകയാണ്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഇവര് ഈ മഹത്തായ സംസം കിണറിന്റെ ഉത്തരവാദിത്വവും അതിന്റെ അവകാശവും ആർക്കാണ് എന്ന ഒരു തർക്കം നിലനിൽക്കുകയും ആ തർക്കത്തിന് പരിഹാരമുണ്ടാക്കാൻ അവിടുത്തെ രാജാവായ തൊട്ടടുത്ത രാജ്യത്തെ രാജാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയ്ക്ക് വേണ്ടി അബ്ദുൽ മുത്തലിബും മകനായ ഹാരിസും ഒക്കെയും എല്ലാവരും ആ രാജാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. രാജാവിന്റെ അടുക്കൽ നിന്ന് അതിനുള്ളൊരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ വഴിയിലെത്തിയപ്പോൾ വിശാലമായ മരുഭൂമി, ആ മരുഭൂമിയിലെത്തിയപ്പോൾ വെള്ളം തീരുകയാണ്, കുടിക്കാനുള്ള വെള്ളമില്ല. എല്ലാവരും പ്രയാസപ്പെട്ടു, വലിയ വേദനിക്കാൻ തുടങ്ങി. ഇനി എന്താണ് പരിഹാരം?
മരണത്തെ മുന്നിൽ കണ്ട ഒരു സമയം, എല്ലാവരും മരിക്കുമെന്ന് തോന്നി. അപ്പൊ അബ്ദുൽ മുത്തലിബ് ഒരു കാര്യം പറഞ്ഞു, വലിയൊരു സംഘമുണ്ട്. ഏതായിരുന്നാലും ആദ്യം ആരാണോ മരിക്കുന്നത് അവരെ ഒരു കുഴിയെടുത്ത് അടുത്ത ആളുകളൊക്കെ കുഴിച്ചു മൂടുക, പിന്നത്തെ മരിക്കുന്ന ആൾ എല്ലാരും കൂടി അവരെ കുഴിച്ചു മൂടുക. അങ്ങനെ എല്ലാവരും പാടെ ആ ദൗത്യം ഏറ്റെടുത്താൽ അവസാനം ഒരാൾ മരിക്കും. അയാള് മാത്രമല്ലേ, അയാളെ ജനാസ കുഴിച്ചു മൂടാതെ ഭൂമി ലോകത്ത് ബാക്കി നിൽക്കുക അയാളത് മാത്രമായിരിക്കുമല്ലോ. അതുകൊണ്ട് ആദ്യം ആരാണോ മരിക്കുന്നത് അവരെല്ലാവരും കൂടി കുഴിച്ചു മൂടുക. കാരണം വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷിക്കാൻ ഭക്ഷണമില്ല, ഇനിയും കുറെ ദൂരം യാത്ര ചെയ്യാനുണ്ട്, വിശാലമായ മരുഭൂമിയാണ്. അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോൾ വലിയ പ്രതിസന്ധിയിൽ എല്ലാവരും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരും ഓരോ കല്ലുകളിൽ ചാരി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് ഈ അബ്ദുൽ മുത്തലിബിന് ഒരു ബുദ്ധി തോന്നിയത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കാലിട്ടടിച്ചപ്പോഴാണല്ലോ സംസം വെള്ളം ഉണ്ടായത്. ഈ ഒരു പ്രതിസന്ധിയിൽ എന്തേ നമുക്കും അള്ളാഹു വെള്ളം തന്നുകൂടാ? അങ്ങനെ അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ മരുഭൂമിയിൽ, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ വെള്ളം തരണേ അല്ലാ. അത്ഭുതകരമായ രൂപത്തിൽ മരുഭൂമിയിൽ നിന്ന് വെള്ളം ഉറവെടുക്കുന്നു. എല്ലാവരും വേണ്ടുവോളം കുടിക്കുകയാണ്. ഈ ഒരു സംഭവം ഉണ്ടായപ്പോ ആളുകളൊക്കെ പറഞ്ഞു, ഈ സംസം കിണറിന്റെ ഉത്തരവാദിയും നിങ്ങൾ തന്നെയാണ്. കാരണം അത് അല്ലാഹു നമുക്ക് കാണിച്ചു തന്നതാണ്. കാരണം ആ സംസം കിണറിന്റെ വിഷയത്തിലാണല്ലോ നമ്മൾ തമ്മിൽ തർക്കം. ആ തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ആണല്ലോ വേറൊരു രാജ്യത്തേക്ക് നമ്മൾ പോകുന്നത്. ആ പോകുന്നതിന്റെ ഇടയിൽ പുതിയ ഒരു വെള്ളം ഉറവെടുത്തു എന്നത് ആ സംസം കിണറിന്റെ ഉത്തരവാദിത്വം അത് നിങ്ങൾക്ക് തന്നെയുള്ളതാണ് എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഇനി ചർച്ചയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് മക്കയിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെ സംസം കിണറിന്റെ ഉത്തരവാദിത്വം അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ആ വരുന്നതിന്റെ ഇടയിലാണ് കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ചരിത്രങ്ങൾ വളരെ നീണ്ടതാണ്, വിശാലമായ അതിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ദിവസം മഹാനായ അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കാണുകയാണ്. ഒരു വഅദയുണ്ടായിരുന്നല്ലോ, ഒരു തീരുമാനം പറഞ്ഞിരുന്നല്ലോ, 10 മക്കളുണ്ടായാൽ അതിൽ ഒരു മകനെ അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കുമെന്ന് തീരുമാനിച്ചിരുന്നല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി മക്കളുടെ എല്ലാവരെയും വിളിച്ചുകൂട്ടുകയാണ്. അബൂ ത്വാലിബുണ്ട്, അതുപോലെ അബൂ ലഹബുണ്ട്, അബ്ദുള്ള എന്ന് പറയുന്ന മോനുണ്ട്, ഹാരിസ് എന്ന് പറയുന്ന മോനുണ്ട്. എല്ലാ മക്കളെയും ഒരുമിച്ച് കൂട്ടിയിട്ട്, പണ്ട് 10 മക്കളെ എനിക്ക് ചുറ്റുഭാഗത്തും 10 മക്കളെ നീ തന്നാൽ അതിൽ ഒരു മകനെ റബ്ബിന് വേണ്ടി ബലിയെറുക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. മക്കളെ, ആ തീരുമാനം നടപ്പിലാക്കാൻ പോവുകയാണ്. ആരാണതിന് തയ്യാറുള്ളത്? എല്ലാ മക്കളും തയ്യാറാണെന്ന് പറയുന്നതിന് മുമ്പേ തന്നെ മുന്നിൽ ചാടിയിട്ട് അബ്ദുള്ള എന്ന് പറയുന്ന മുത്തു റസൂലുള്ളാന്റെ ബാപ്പ പറഞ്ഞു, ഞാൻ തയ്യാറാണ്, ആ ബലികർമ്മത്തിന് ഞാൻ തയ്യാറാണ്. സുബ്ഹാനല്ലാഹ്. തീരുമാനം നടപ്പിലാക്കാൻ പോവുകയാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ ബലിയെറുക്കാൻ വേണ്ടി കയ്യിൽ വലിയ കത്തിയുമായി വലിയ കടാരയുമായി അബ്ദുൽ മുത്തലിബ് നീങ്ങുമ്പോ മക്കയിലെ എല്ലാ പ്രമുഖന്മാരും പറഞ്ഞു, ഇല്ലേ ഇല്ല, അബ്ദുള്ള എന്ന് പറയുന്ന മോൻ നല്ല സുമുഖനായ മോനാണ്, കാണാൻ നല്ല ഭംഗിയുള്ള മോനാണ്, നല്ല ചന്തമുള്ള മോനാണ്. അതുകൊണ്ട് തന്നെ ആ മകനെ അറുക്കാൻ നമ്മൾ സമ്മതിക്കൂല. വലിയ ചർച്ചയായി, വലിയ തർക്കമായി. അബ്ദുൽ മുത്തലിബ് ആണെങ്കിൽ റബ്ബിന്റെ മുന്നിൽ എനിക്ക് തീരുമാനം നടപ്പിലാക്കണം, ഞാൻ റബ്ബിനോട് ചെയ്ത വഅദയാണ്, 10 മക്കൾ ഉണ്ടായാൽ അതിലൊരു മകനെ ബലിയെറുക്കുമെന്നത്. പക്ഷേ ആ തീരുമാനത്തിന് നിങ്ങൾ എതിര് നിൽക്കാൻ പാടില്ല. പക്ഷേ മക്കയിലെ ഖുറൈശി പ്രമുഖന്മാരായ ആളുകൾ ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. അവസാനം അതാ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് അബ്ദുൽ മുത്തലിബിനോട്
ഖുറൈശികളിലെ പ്രമുഖനായ ഒരാൾ വന്ന് ഒരു ഉപാധി വെക്കുന്നത്, ഞങ്ങളൊരു കാര്യം പറഞ്ഞു തരാം, നിങ്ങളുടെ മകനിക്ക് സമാനമായ എത്ര ഒട്ടകങ്ങളെയാണോ വേണ്ടത് അത്ര ഒട്ടകങ്ങളെ നിങ്ങൾ അറുക്കാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ ഒരു ഇൽഹാം അബ്ദുൽ മുത്തലിബ് ലഭിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ പിന്നെ ഒട്ടകം എത്ര ഒട്ടകത്തെ അറുക്കണം? അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകാൻ എത്ര അറുക്കാൻ വേണ്ടി 10 ഒട്ടകങ്ങളെ കൊണ്ടുവരികയാണ്. പക്ഷേ ആ 10 ഒട്ടകങ്ങള് അറുക്കാൻ വേണ്ടി കൊണ്ടുവന്നോ, റബ്ബിന്റെ തീരുമാനം എനിക്ക് കിട്ടണമെങ്കിൽ മാത്രമേ ഞാൻ അതിന് തയ്യാറാകൂ. പക്ഷേ 10 ഒട്ടകം കൊണ്ടുവന്നപ്പോ റബ്ബിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനം അബ്ദുൽ മുത്തലിബിന് ലഭിച്ചില്ല. പിന്നെ അതാ 20 ഒട്ടകത്തെ കൊണ്ടുവരികയാണ്. അവസാനം 100 ഒട്ടകങ്ങളെ കൊണ്ടുവരുന്നു വിവിധങ്ങളായ ഘട്ടങ്ങളിൽ. അപ്പോഴാണ് റബ്ബിന്റെ തൃപ്തി മഹാനവറുകൾക്ക് മനസ്സിലാകുന്നത്. അല്ലാഹ് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അബ്ദുള്ള എന്നവർക്ക് പകരം 100 ഒട്ടകത്തെ അറുത്താൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന് പകരം 100 ഒട്ടകങ്ങളെ അറുത്ത് അത് എല്ലാ ജനങ്ങളോടും പറയുകയാണ്, നിങ്ങൾക്ക് യഥേഷ്ടം ഇഷ്ടമുള്ളത്ര മാംസം നിങ്ങൾ കഴിച്ചുകൊള്ളുക. ഈ സംഭവം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അബ്ദുല്ലാ എന്നവരെ ഈ മകനെ അറുക്കാതെ അതിൽ നിന്ന് മാറിയ വലിയ ചരിത്രപരമായ ഒരു സംഭവം യഥാർത്ഥത്തിൽ മക്കയിൽ നടന്നിട്ടുണ്ട്. അതോടുകൂടെ അബ്ദുൽ മുത്തലിബിന് ആളുകൾക്കിടയിൽ വലിയ ബഹുമാനവും അബ്ദുള്ള എന്നവരോട് വലിയ ബഹുമാനവും വലിയ ആദരവും ഒക്കെ വന്നു ചേരുകയാണ്. യഥാർത്ഥത്തിൽ മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിന് പകരമായി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ ഇറക്കി കൊടുക്കരുത്, നിങ്ങൾ എങ്ങാനും അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ, അങ്ങനെ മകനെ അറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ഈ മക്കയിൽ എല്ലാവരും അതിനെ ഫോളോ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടാകും. അപ്പൊ ഓരോരുത്തർക്കും 10 മക്കൾ അള്ളാഹു കൊടുത്താൽ അവർക്കൊക്കെയും അവരുടെ മക്കൾ അറുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുകൊണ്ട് നിങ്ങൾ അതിന് നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ തീരുമാനത്തിന് വേണ്ടി അബ്ദുൽ മുത്തലിബ് കാത്തു നിൽക്കുകയും ആ തീരുമാനത്തിന്റെ ഒടുവിലാണ് 100 ഒട്ടകങ്ങൾ അറുത്താൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെ മഹാനായ അബ്ദുൽ മുത്തലിബ് മകനായ അബ്ദുള്ള എന്നവർക്ക് വേണ്ടി 100 ഒട്ടകങ്ങൾ അറുക്കുകയും ചെയ്ത വലിയ ചരിത്രപരമായ പശ്ചാത്തലം മക്കയിൽ നടക്കുകയുണ്ടായി. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളെ പഠിക്കുമ്പോ ഈ ചരിത്രം ഒരിക്കലും നമുക്ക് പഠിക്കാതിരിക്കാൻ കഴിയില്ല. അബ്ദുൽ മുത്തലിബിന്റെ നല്ല സുമുഖനായ മോനാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. നല്ല സുമുഖനായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല സുമുഖനായിരുന്നു, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള മോനായിരുന്നു. ആ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വളരുകയാണ്. അബ്ദുള്ള എന്നവരുടെ കല്യാണ പ്രായമായപ്പോ പലരും അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ പുതിയാപ്പിളയായി ലഭിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. കാരണം വലിയ ചരിത്രപരമായ പശ്ചാത്തലമുള്ള ഒരു മോനാണ്. അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കുന്നതിൽ അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തിയ മോനാണ്. ആ മകനെ കല്യാണം കഴിക്കാൻ പലരും മുന്നോട്ട് വരുന്നു. അവസാനം അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവും ആമിന ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള കല്യാണം നടക്കുകയാണ്. ആ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ശേഷമുള്ള ചരിത്രപരമായ ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായല്ലോ. അന്ന് അബ്ദുള്ള എന്നവർക്ക് 25 വയസ്സായിരുന്നു എന്നും, അതല്ല വേറൊരു അഭിപ്രായ പ്രകാരം 18 വയസ്സായിരുന്നുവെന്നുമൊക്കെ നമുക്ക് കാണാൻ കഴിയും.
ഏതായിരുന്നാലും അതിനുശേഷമുള്ള ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ നമ്മുടെ മദനിയത്തിൽ നമുക്ക് സംസാരിക്കാം എന്ന് അറിയിച്ചുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 100 തവണ സലാം നമ്മൾ പറയാറുണ്ട്. ആ സലാമിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. السلام عليك أيها النبي ورحمة الله وبركاته. 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 السلام عليك
أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه سلام صلوات تسليم على حميم زمرا زمرا ترحيب ترضية عليه السلام بدا بدر الهدى نورا يطفي نار الكفر فلما بدا في الدنيا دين الهدى والسلام صلوات تسليم على حميم زمرا زمرا ترحيب ترضية عليه السلام شهد الجمال وضب حيث ما استلى بدر مدينة شفاء أنت رسول الله والسلام صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام آمين لبيت حتى ترجع لمن اصطاد سريعا ضمانا نبي وافت عليه سلام صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام قد ورم القدم بطول العمل قياما
الديدن لله قد غفر ذنوب للحبيب سلام. صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام. أسكن إلهي جنة الفردوس بحق طه المصطفى القريشي. صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام. عليه السلام عليه السلام. أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളുമല്ല. അല്ലാഹുവേ, ഞങ്ങൾ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്തിഗ്ഫാറിന്റെ ബറക്കാത്തുകളെ കൊണ്ട്, റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തന്ന് അല്ലാഹുവേ, ഞങ്ങൾക്കും സർവ്വ ജനങ്ങൾക്കും ലോകത്തിന് തന്നെ നീ വലിയ സമാധാനം നൽകണേ അല്ലാ. എല്ലാ ബലാ മുസീബത്തുകളും നീ തട്ടി ദൂരത്താക്കണേ റബ്ബേ. പ്രത്യേകമായി രണ്ട് കാര്യം നമ്മൾ ചെയ്യുകയാണ്. ഒന്ന്, 129 തവണ യാ ലത്തീഫ് എന്ന ദിക്ർ ചൊല്ലി 28 തവണ സൂറത്ത് യാസീനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അത് നമ്മൾ ചൊല്ലുന്നതും നമ്മൾ ഈ സമയത്ത് അത് ചെയ്യുന്നതും ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഒരുപാട് 10,000-കണക്കിന് വീടുകളിൽ നിന്ന് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ചൊല്ലുമ്പോൾ അല്ലാഹു നമ്മളെ വെറുതെയാക്കുകയില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا لطيف 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 يا لطيف. سلام قولا من رب رحيم 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 سلام قولا من رب رحيم
سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب رحيم سلام قولا من رب سلام قولا من رب رحيم 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 إن ابتات غارات الأرحام وابتعدت أنا فأسراء شيء إن غارة الله يا غارة الله في السير مسرعة في هل عقدتنا يا غارة الله إن ابتاءت غارة الأرحام وابتعدت أنا فأسرع شيء إن غارة الله يا غارة الله في السير إن ابتاءت غارة الأرحام وابتعدت أنا فأسرع شيء إن غارة الله يا غارة الله في السير مسرعة في حل عقدتنا يا غارة الله يا سيدي سندي غوثي ويا مددي كلي ظاهرا على الأعداء بالمدد مجير إرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا سيدي سندي غوثي ويا مددي كلي ظاهرا على الأعداء بالمدد مجير إرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا سيدي سندي غوثي ويا مددي كلي ظاهرا على الأعداء بالمدد مجير إرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني يا صاحب البغداد كل ناصري يا مطلب الحاجات عبد يا سيدي يا شيخ عبد القادر يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر يا قادري يا قادري يا قادري يا سيدي يا شيخ عبد القادر يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر يا قادري يا قادري يا قادري يا سيدي يا شيخ عبد القادر يا غوث يا محي الدين عبد القادر الجيلاني
يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني يا غوث يا محي الدين عبد القادر الجيلاني إن شاء الله ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ ഖൈറായ മുറാദുകളും അല്ലാഹുവേ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വേദനകളുള്ളവരുണ്ട്. അല്ലാഹുവേ എല്ലാ ഷർറുകളും എല്ലാ ബലാഗുകളും എല്ലാ മുസീബത്തുകളും അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ മഹാന്മാരായ അസ്ഹാബുൽ ബദറിൽ ആ മുമ്പറായ മുത്തു റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ പഠിക്കുകയാണ്. ആ പഠനത്തിന്റെ ഘട്ടത്തിലാണ് അവിടുത്തെ ബാപ്പയായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എന്ന പ്രിയപ്പെട്ട ബാപ്പയെ നമ്മൾ പഠിച്ചതും നമ്മൾ മനസ്സിലാക്കിയതും. അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കാൻ വേണ്ടി തീരുമാനിച്ച് ആ ബലികർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിന് പകരമായി ഒട്ടകങ്ങൾ അറുക്കണമെന്നും ഓരോ തവണ ഒട്ടകത്തെ അറുക്കുന്ന സമയത്ത് 10 ഒട്ടകങ്ങളെ എടുക്കുന്നു. മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ പേര് എഴുതുന്നു, എന്നിട്ട് നറുക്കിടുന്നു. ആ നറുക്കെടുപ്പിൽ ആരുടെ പേരാണ് വരുന്നത്? അതെ, അബ്ദുല്ലാ എന്നവരുടെ പേരാണെങ്കിൽ അതിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് അങ്ങനെ അടുത്ത നറുക്കിടണം. എത്ര ഒട്ടകം എത്തുമ്പോഴാണ് ഒട്ടകമെന്ന് നറുക്കെടുപ്പിൽ വീഴുന്നത്, അപ്പോൾ മാത്രമേ അബ്ദുല്ലാ എന്നവര് ഈ അറവിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്ന് അവിടെ പ്രഖ്യാപിക്കുകയും ഒന്നാമത്തെ ഘട്ടത്തിൽ 10 ഒട്ടകങ്ങളും അബ്ദുല്ലാ എന്നവരുടെ പേരും എഴുതുന്നു. അബ്ദുല്ലാ എന്നവരുടെ പേര് തന്നെ കിട്ടുകയാണ്. വീണ്ടും അടുത്ത 20 ഒട്ടകങ്ങളെയും അബ്ദുല്ലാ എന്നവരുടെ പേരും എഴുതുന്നു. ആ നറുക്കെടുപ്പിൽ വീണ്ടും അബ്ദുല്ലാ എന്നവരുടെ പേര് തന്നെ കിട്ടുന്നു. 30ാമത്തെ ഒട്ടകം എടുക്കുന്നു, അബ്ദുല്ലാ എന്നവരുടെ പേര് നറുക്കിടുന്നു. അതിൽ അബ്ദുല്ലാ എന്ന ഈ മുത്തു റസൂലുള്ളാഹിന്റെ ബാപ്പയുടെ പേര് തന്നെ നറുക്കെടുപ്പിൽ കിട്ടുന്നു. 90ാമത്തെ തവണയും 90 ഒട്ടകങ്ങളും ഒരു ഭാഗത്തെ അബ്ദുല്ലാ എന്നവരുടെ പേരെഴുതി നറുക്കിട്ടപ്പോൾ വീണ്ടും അബ്ദുല്ലാ. അങ്ങനെ 100ാമത്തെ തവണ 100 ഒട്ടകങ്ങൾ 100 ഒട്ടകങ്ങൾ അബ്ദുല്ലാ എന്നവരുടെ പേരെഴുതുന്നു. അങ്ങനെ ആ 100ാമത്തെ തവണയാണ്
ഒട്ടകം എന്ന് നെറുക്കെടുപ്പിൽ വീണത്. അത് എത്രയാണ് വർദ്ധിക്കുന്നതെങ്കിലും അത്തരം ഒട്ടകങ്ങളെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ അബ്ദുള്ള എന്നവരുടെ പേരിൽ അറുക്കുമെന്ന് അബ്ദുൽ മുത്തലിബ് പ്രഖ്യാപിക്കുകയാണ്. 100ാമത്തെ ഒട്ടകം എത്തിയപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, പോരാ, ഇനി ഒരു 3 തവണ കൂടി നെറുക്കെടുപ്പിടണം, എന്നാൽ മാത്രമേ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് എനിക്കറിയുകയുള്ളൂ. 3 തവണ നെറുക്കിട്ടപ്പോഴും അങ്ങനെ ആ സമയത്തും ഒട്ടകം തന്നെ കിട്ടുകയാണ്. അങ്ങനെയാണ് 100 ഒട്ടകങ്ങളെ അബ്ദുള്ള എന്നവർക്ക് പകരമായി അബ്ദുൽ മുത്തലിബ് അറുക്കുന്നതും ആ വലിയ ബലികർമ്മത്തിൽ നിന്ന് അബ്ദുള്ള എന്നവർ രക്ഷപ്പെടുന്നതും പിന്നീട് മുത്തുനബിയുടെ മാതാവായ ഉമ്മയായ ആമിന ബീവിയെ കല്യാണം കഴിക്കുന്നതും ആ കല്യാണം കഴിഞ്ഞ് ആമിന ബീവി 2 മാസം ഗർഭിണിയായ സമയത്താണ് ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകുന്നതും ആ കച്ചവടം കഴിഞ്ഞ് മടങ്ങുന്നില്ല. കാരണം എന്റെ നാട് മദീനയാണ്. കാരണം അബ്ദുള്ള എന്നവരുടെ ഉമ്മാന്റെ നാട് മദീനയാണ്. അബ്ദുൽ മുത്തലിബ് സൽമ എന്നവരെ കല്യാണം കഴിച്ചത് അതെ അവർ അബ്ദുൽ മുത്തലിബ് എന്നവര് എന്റെ ഉമ്മാമാന്റെ നാടാണ്. അതുകൊണ്ട് എന്റെ ഉമ്മയുടെ നാടാന്റെ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു വരൂല. ഹാരിസ് എന്നവരെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞേക്കുകയാണ് മോനെ കൂട്ടിക്കൊണ്ടുവരാൻ. വഴിയിലെത്തുമ്പോഴേക്കും മദീനയിൽ വെച്ചുകൊണ്ട് തന്നെ അബ്ദുള്ള എന്നവര് മരണപ്പെടുന്നു. അവിടെ തന്നെ മദീനയിൽ ഖബറടക്കുകയാണ്. അങ്ങനെയാണ് പിന്നീട് 6ാമത്തെ വയസ്സിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനയിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്ന സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ അബവാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഉമ്മ ആമിന ബീബി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നതുമായ വലിയ ചരിത്രങ്ങളാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി അതിലേക്ക് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മറ്റ് അവതരണങ്ങളൊക്കെയും ഇൻഷാ അല്ലാഹ് ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അതിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്, ഈമാനിന് വർധനവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ ബറക്കത്തിനാലെ എല്ലാ മുറാദുകളും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ വലിയ ബേജാറോടെ ദുബായില് അവിടെയും ഇവിടങ്ങളിലുമൊക്കെ പലതും സംഭവിച്ചു എന്നുള്ള വാർത്തകൾ, കുറെ ഫേക്ക് ന്യൂസുകളാണ്, കുറെ യാഥാർത്ഥ്യങ്ങളും ഉണ്ടാവാം. ഏതായിരുന്നാലും അൽഹംദുലില്ലാ പൊതുവെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. വലിയ ബേജാറാക്കാനൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അത് വളരെ പെട്ടെന്ന് എല്ലാം പരിഹരിച്ച് ആകെയുള്ളൊരു വിഷമം പല രാജ്യങ്ങളിൽ നിന്ന് വന്നവര് കുടുങ്ങിക്കിടക്കുകയും വിശുദ്ധമായ മക്കയിലേക്കും മദീനയിലേക്കും നിയത്ത് വെച്ച് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിയവർക്ക് യാത്ര പുറപ്പെടാതിരിക്കാൻ കഴിയുകയും വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ഇവിടെ വന്ന് തിരിച്ച് നാട്ടിലെത്തേണ്ടവർക്ക് അവിടെയൊക്കെ എത്താൻ കഴിയാത്ത പ്രയാസങ്ങളും അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടവർ വിസയുടെ കാലാവധി തീരുന്നവരുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ നീങ്ങി നിരന്തരമായ പ്രാർത്ഥനകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതിൽ നമ്മൾ യാതൊരു കുറവും വരുത്താൻ പാടില്ല. അതേ സമയത്ത് ബഹ്റൈനിലും ഖത്തറിലും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ കുവൈത്തിലുമൊക്കെയും വലിയ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് അറിയുന്നത് കേൾക്കുന്നു. ഏതായിരുന്നാലും അല്ലാഹുവേ എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹുവേ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. നിന്റെ മഹാന്മാരുടെ കാവല് അവർക്കും ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മദനിയത്തെ വല്ലാതെ സ്നേഹിക്കുകയും എല്ലാ ദിവസവും മദനിയത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന നമ്മുടെ പൂച്ചക്കാട് വടക്കൻ കുഞ്ഞബ്ദുള്ള ഹാജി അല്പസമയം മുമ്പ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്നറിഞ്ഞു. കോഴിക്കോട് ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. രാത്രിയോടുകൂടെ ജനാസ കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാടുക്ക് എത്തിച്ചേരുകയും ഇന്നത്തെ തിങ്കളാഴ്ച രാവിൽ അദ്ദേഹത്തെ പരിശുദ്ധമായ റമളാനിന്റെ ഈ പുണ്യമേറിയ രാവിൽ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ ഖബറിൽ അടക്കുകയും ചെയ്യും. അല്ലാഹുവേ അദ്ദേഹത്തിനിക്ക് നീ
സ്വർഗം നൽകണേ റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും ഖബറിൽ നീ നൽകണേ അല്ലാ. അദ്ദേഹം ഒരുപാട് മദനീയത്തിന്റെ എല്ലാ പദ്ധതികളെയും അകമഴിഞ്ഞ് സഹായിക്കുകയും അതിനൊക്കെ വേണ്ടി എല്ലാ ദിവസവും അതിൽ പങ്കെടുക്കുകയും അങ്ങനെ പടുത്ത് ഞാൻ പൂച്ചക്കാട് അവിടെയുള്ള ഒരു റിലീഫ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോ അദ്ദേഹം സുഖമില്ലാത്ത അവസരത്തിലും എന്നെ കാണാൻ വേണ്ടി ആ സദസ്സിലേക്ക് വരികയും അങ്ങനെ മഹത്തായ ഖുതുബിയ്യത്തിന്റെ മജ്ലിസിലേക്കും അങ്ങനെ അഹ്ലുബൈത്തിന്റെ വിഷയത്തിലേക്കുമൊക്കെ വലിയ സംഖ്യകളൊക്കെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട വടക്കൻ കുഞ്ഞബ്ദുള്ള ഹാജി. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. മഗ്ഫിറത്തും മർഹമത്തും നീ നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ വിശുദ്ധ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ റഹ്മാനെ. അദ്ദേഹം ചെയ്ത എല്ലാ ഹസനാത്തുകളും എല്ലാ നന്മകളും അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. വിശുദ്ധ റമളാനിൽ മരണപ്പെടുന്നവർക്ക്, തിങ്കളാഴ്ച രാവിൽ ഖബറിൽ ചെല്ലുന്നവർക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെല്ലാം പ്രിയപ്പെട്ട കുഞ്ഞബ്ദുള്ള ഹാജിക്ക് അല്ലാഹുവേ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരം വിശാലതയുള്ള ഖബറാക്കണേ റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും ഖബറിൽ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്ത് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തളിപ്പറമ്പ് യൂസുഫ് ഹാജിയുടെ ഭാര്യയുടെ ഉമ്മ മൈമൂന ഉമ്മ, ആ ഉമ്മ നല്ലൊരു ഉമ്മയായിരുന്നു. എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുക്കുന്ന ഉമ്മയായിരുന്നു. ഉമ്മാന്റെ കാലിന് കുറേയായി വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഉമ്മ മരിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടിലൊരു മദനീയം നടത്തണമെന്ന് ആഗ്രഹിച്ച് കുറച്ചു ദിവസം മുമ്പാണ് ആ ഉമ്മാന്റെ വീട്ടിൽ നമ്മൾ മദനീയം നടന്നത്. ഇനി എനിക്ക് നല്ല റാഹത്തോടെ മരിക്കാം ഉസ്താദെ, കാരണം എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വെച്ചൊരു മദനീയം നടക്കുക എന്നത്. അങ്ങനെ പറഞ്ഞ് ഉമ്മ വലിയൊരു സംഖ്യ മദനീയത്തിന്റെ പദ്ധതികളിലേക്കൊക്കെ തരികയും അതുപോലെ അഹ്ലുബൈത്തിന്റെ വീട് നിർമ്മാണത്തിന് വേണ്ടി സ്വർണങ്ങളും മറ്റുമൊക്കെ സഹായിക്കുകയും ചെയ്ത നല്ല ഉമ്മയാണ് മൈമൂന ഹജ്ജുമ്മ. യൂസുഫ് ഹാജിയുടെ ഭാര്യയുടെ ഉമ്മയാണ്. അല്ലാഹുവേ, മൈമൂന ഹജ്ജുമ്മക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഞങ്ങൾ ഓതിയ ഖുർആനുകളും ദിക്റുകളും എല്ലാം ആ ഉമ്മാമാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും ഖബറിൽ നീ നൽകണേ അല്ലാ. ഇന്നത്തെ തിങ്കളാഴ്ച രാവ്, റമളാനിന്റെ പുണ്യമേറിയ രാവ്, ആ ഉമ്മ ഖബറിലേക്ക് ചെല്ലുമ്പോ യാതൊരു ബുദ്ധിമുട്ടും ആ ഉമ്മാക്ക് ഖബറിൽ നീ നൽകരുതേ അല്ലാ. ഉമ്മാന്റെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാനെ. ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. കണ്ണെത്താ ദൂരം വിശാലതയുള്ള ഖബറാക്കി മൈമൂന ഹജ്ജുമ്മാന്റെ ഖബർ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. കാലിന് വലിയ കാലക്ക വീർത്ത് വന്ന് അങ്ങനെ ആ രോഗാതുരമായ അവസ്ഥയിൽ ഇപ്പടുത്ത് തന്നെ ഞാൻ ഏകദേശം 2 ആഴ്ച മുമ്പ് ആ ഉമ്മയെ നമ്മൾ കണ്ടിരുന്നു. അപ്പോഴും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു ഈമാനോടുകൂടെയുള്ള മരണത്തിന് വേണ്ടി. അല്ലാഹ്, പരിശുദ്ധ റമളാനിനാണ് ആ ഉമ്മയെ നിന്റെ അടുക്കലേക്ക് നീ തിരിച്ചു വിളിച്ചത്. അല്ലാഹുവേ, ആ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാനെ. കണ്ണെത്താ ദൂരം വിശാലതയുള്ള ഖബറാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അയ്യൂബ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് ഹജ്ജ് ചെയ്യണം. അല്ലാഹുവേ, അദ്ദേഹത്തിനും ഭാര്യയ്ക്കും അടുത്ത വർഷം നല്ല റാഹത്തോടെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും ചെയ്യാനുള്ള എല്ലാ തൗഫീഖും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഉപ്പയും അയ്യൂബ് ഖാന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഖബറിലാണ്. അലൈഹിസ്സലാം. ഭാര്യയുടെ ഉപ്പയും ഉമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവരുടെയും പേരിൽ ഇലാ ഹളറത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم
مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ارتكبت على الخطا غير عسر وعدد لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. إننا نرجو إلى كأس عوضك للعطش يوم نشر كتابي يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي. الصلاة والحبيب العربي. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുന്ന ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ മറ്റന്നാൾ രാത്രി പരിശുദ്ധമായ മക്കയിലേക്ക് പോകാൻ വേണ്ടി വിസയും ടിക്കറ്റുകളും ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റും അങ്ങനെ എടുത്താലേ വിസ കിട്ടൂ എന്നറിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ പരിശുദ്ധമായ റമദാൻ 17-ന്റെ രാവ് അഥവാ ബദരീങ്ങളുടെ ആണ്ടിന്റെ രാവ്, വെള്ളിയാഴ്ച രാവ് ഒത്തുവരുന്ന രാവാണ്. പരിശുദ്ധമായ മദീനയിൽ ചെലവഴിക്കണം
റൗളയില് അതിനുള്ള പാസൊക്കെ എടുത്ത് അങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ ഖലാ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഏതായിരുന്നാലും നാളെ രാത്രിയാണ്. ഇനി ഒരാഴ്ചത്തേക്ക് ഫ്ലൈറ്റുകളൊന്നും ഓടുകയില്ല എന്നാണ് കിട്ടുന്ന വിവരം. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ ഖലാ, അവന്റെ തീരുമാനത്തിൽ എന്താണ് എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും എന്നെപ്പോലെ എത്രയോ ആളുകൾ റമളാനിന്റെ അവസാന 10 പരിശുദ്ധമായ മക്കയിലും മദീനയിലും ഒക്കെ ചെലവഴിക്കണമെന്ന് ആഗ്രഹിച്ചവര് അങ്ങനെ ധാരാളം ആളുകൾ പല വിഷയങ്ങളിലായി ഉണ്ട്. ഏതായിരുന്നാലും എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും അള്ളാഹു ആജിലായ നിലക്ക്, കാമിലായ നിലക്ക് അള്ളാഹുവെ നീ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ഈ വിഷയങ്ങൾക്കൊക്കെ വലിയൊരു തീരുമാനവും വലിയ റാഹത്തും നീ ഉണ്ടാക്കി തരണേ അല്ലാ. ഷെയ്ഖുനായ പി ഉസ്താദും അതുപോലെ ഖലീൽ ബുഖാരി തങ്ങളും അലി ബാഫഖി തങ്ങളും ഈ സുലൈമാ ബഹുമാനപ്പെട്ട പന്മൾ ഉസ്താദും അതുപോലെ എല്ലാ നമ്മുടെ പേരോട് ഉസ്താദും ഒക്കെ എല്ലാ വലിയ വലിയ ഉസ്താദുമാരും എല്ലാവരും ഈ ദുബായിൽ ഉണ്ട്. അവർക്കൊക്കെയും അവരുടെ നാടുകളിലെത്തണം. അതോടൊപ്പം ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ സമാധാനം കിട്ടണം. എല്ലാ രാജ്യങ്ങളിലുമുള്ള, പ്രത്യേകിച്ച് GCC അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാവർക്കും വലിയ സമാധാനം കിട്ടണം. എല്ലാവർക്കും പഴയ ആ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതിനെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് ഇന്നലെയും എന്നെ കണ്ടപ്പോൾ ഒരുപാട് ഉസ്താദുമാർ പറഞ്ഞു. നിങ്ങളുടെ കൂടെ എല്ലാ ദിവസവും മദനിയത്തിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടല്ലോ, അവരോട് നിങ്ങൾ നിർബന്ധമായിട്ടും നന്നായി റബ്ബിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയണം. അങ്ങനെ ഒരുപാട് ആളുകൾ എന്നോട് ഇന്നലെ വിഷയങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഏതായിരുന്നാലും ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ആളുകളിലേക്ക് ഒരേ സമയം സന്ദേശം എത്തുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ദുആ തന്നെയാണ് നമുക്കുള്ള ഏക പ്രതീക്ഷ. അതുകൊണ്ടെല്ലാവരും നന്നായി ദുആ ചെയ്യുക. തഹജ്ജുദ് നിസ്കരിച്ചും അത് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഒരു ദുആയിന് ഇജാബത്തുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് തുറക്കുന്ന സമയത്ത് മുസ്തജാബായ ഒരു സമയമുണ്ട്. ആ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ എല്ലാ സമയങ്ങളിലും ആരെയും മറക്കരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നോമ്പുകാരായ നിലയിൽ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഒരുപാട് 10,000-കണക്കിന് വരുന്ന വീടുകളിൽ നിന്ന് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും റബ്ബായ നിന്നിലേക്ക് നീട്ടിയ കരങ്ങളാണല്ലോ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ മുന്തിയ മിസ്ല സവാബ് ഞങ്ങളെ ഹബീബായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ പൊന്നമുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ ഹളറാത്തിലേക്ക് നീ എത്തിച്ച് മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാരെ ഹളറാത്തിലേക്ക് എത്തിച്ച് അല്ലാഹുവേ, ഈ റമളാനിൽ ഞങ്ങൾ അനുസ്മരിക്കുന്ന അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരുടെ ഹളറാത്തിലേക്ക് നീ എത്തിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയുടെ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ റമളാൻ 15-ന് ഞങ്ങൾ ഓർക്കുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ റമളാൻ 17-ന് ഞങ്ങൾ ഓർക്കുന്ന സയ്യിദ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ, അങ്ങനെ ആരെയെല്ലാം നമ്മൾ ഓർക്കുന്നോ അനുസ്മരിക്കുന്നോ അല്ലാഹുവേ അവരുടെ ആക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ നീക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഈ രാജ്യത്ത് നീ സമാധാനം നൽകണേ അല്ലാ. എല്ലാ GCC രാജ്യങ്ങളിലും അല്ലാഹുവേ നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റി സാധാരണ ജീവിതത്തിലേക്ക് അല്ലാഹുവേ എല്ലാ രാജ്യങ്ങളെയും നീ കൊണ്ടുവരണേ അല്ലാ.
അല്ലാഹുവേ ലോകത്ത് നീ സമാധാനം നൽകണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങൾക്ക് നീ തുണയാകണേ അല്ലാ. അല്ലാഹുവേ ഈ നാട് കൊണ്ടാണ് ഞങ്ങളെ നാട് ജീവിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങളെ നാട്ടിലെ സ്ഥാപനങ്ങള്, ഞങ്ങളെ നാട്ടിലെ പള്ളികള്, ഞങ്ങളെ നാട്ടിലെ മദ്രസകള്, ഞങ്ങളെ നാട്ടിലെ പാവങ്ങളുടെ കല്യാണങ്ങള്, ഞങ്ങളെ നാട്ടിൽ എന്ത് നന്മയാർന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അല്ലാഹുവേ അത് ഇവിടെ വന്ന് ചോര നീരാക്കി അധ്വാനിച്ച് കൊടുത്തയക്കുന്ന ഈ പ്രവാസികളായ നല്ല മനുഷ്യന്മാരുടെ വിയർപ്പ് കണങ്ങളാണല്ലോ അല്ലാ. അല്ലാഹുവേ പ്രതിസന്ധിയിലായാൽ വലിയ വിഷമത്തിലാകുന്നത് നമ്മുടെ നാട് തന്നെയാണ്. നമ്മുടെ നാടിന്റെ ദീനീ ചലനങ്ങളാണ്, സ്ഥാപനങ്ങളാണ്, പള്ളികളാണ്, മദ്രസകളാണ്. അല്ലാഹുവേ ഈ നാട്ടിന്റെ ഭരണാധികാരികൾ, പ്രിയപ്പെട്ട ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് ബിൻ മക്തൂം അവരായാലും, അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഹിദ് സുൽത്താൻ അൽ നഹിയ ബിൻ സുൽത്താൻ അൽ നഹിയാനായാലും അല്ലാഹുവേ ഈ രാജ്യത്തിന്റെ എല്ലാ ഭരണാധികാരികൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള എല്ലാ ശക്തികളും എല്ലാ കഴിവുകളും കൊടുത്ത് ഈ രാജ്യങ്ങളെയൊക്കെയും നീ സംരക്ഷിക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. വലിയ ഒരു പ്രതിസന്ധിയിലേക്ക്, വലിയൊരു യുദ്ധത്തിലേക്ക്, വലിയൊരു വിഷമത്തിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് അല്ലാഹുവേ ഈ രാജ്യങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ, നീ കാത്തു രക്ഷിക്കണേ അല്ലാ, നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. എല്ലാവർക്കും കുടുംബങ്ങളുണ്ട്, വീട്ടുകാരുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. നാടുകളിൽ നിന്നവർക്ക് ആദിയാണ്, വേദനയാണ്, ദുഃഖമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല അല്ലാഹുവേ. അതിലുള്ള വിഷമമാണ് അവർക്ക്. എത്രയോ ഖത്തറിലുള്ള കുടുംബങ്ങളിൽപ്പെട്ടവരുടെ ഉമ്മമാരും ഭാര്യമാരും മക്കളും വിളിച്ച് കരയുകയാണ്. ഉസ്താദേ, എന്റെ ഭർത്താവ് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, എന്റെ ഉപ്പയുണ്ട്, എന്റെ ഉമ്മയുണ്ട്, എന്റെ സഹോദരനുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ എത്രയെത്ര ആളുകളാണ്. ഞാൻ താമസിക്കുന്ന വീട്ടിലെ അഷ്റഫ് ഹാജിയുടെ ഭാര്യ ഉപ്പയുടെ 40-ന് വേണ്ടി നാട്ടിലേക്ക് പോയതാണ്. ഭർത്താവും മക്കളും ഇവിടെയാണ്. ആ സഹോദരിയാണെങ്കിൽ നാട്ടിലാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അല്ലാഹുവേ കാമിലായ ആജിലായ പരിഹാരം നീ നൽകണേ അല്ലാ. എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് 100 രൂപ എന്റെ കയ്യിലെടുത്തു തന്നിട്ട്, ഉസ്താദേ ഈ വലിയ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞങ്ങനെ ഓരോരുത്തരും ദ്വാരക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ദ്വാ ചെയ്യുന്നവൻ എത്ര മോശമായാലും ഒന്നിനും കൊള്ളാത്തവനായാലും ആമീൻ പറയുന്നവരിൽ ഒരുപാട് നല്ല മുത്തുമൂമിനീങ്ങളുണ്ട്, മുത്തുമൂമിനാത്തുകളുണ്ടല്ലോ അല്ലാ, ആലിമീങ്ങളുണ്ടല്ലോ അല്ലാ, സയ്യിദന്മാരുണ്ടല്ലോ അല്ലാ, ബീവിമാരുണ്ടല്ലോ അല്ലാ. ആരുടെ ദുആയാണ് നീ സ്വീകരിക്കുക എന്നറിയൂല. ഞങ്ങൾക്ക് നീ കാവലാകണേ റഹ്മാനെ, നീ ഞങ്ങൾക്ക് രക്ഷയേകണേ അല്ലാ. സമാധാനം നീ തിരിച്ചു കൊണ്ടുവരണേ അല്ലാ. എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട്, ഗൗസുൽ ആദം തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ സർവപ്രവാസികളെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. എത്ര വലിയ വർത്തമാനങ്ങൾ പറഞ്ഞാലും, ആര് മോശമാക്കി കമന്റുകൾ ഇട്ടാലും, അല്ലാ ഒരാള് മരിക്കുമ്പോഴാണ് അവരുടെയൊക്കെ വേദന അറിയുക, പ്രയാസങ്ങൾ അറിയുക. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാവലാകണേ അല്ലാ, നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാ, നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാ. സർവജനങ്ങൾക്കും നീ കാവലാകണേ റബ്ബേ. ഒരൊറ്റ ഒരാളുടെയും മരണവാർത്ത ഞങ്ങൾ അറിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് നീ തരരുതേ അല്ലാ, നൽകരുതേ അല്ലാ, നൽകരുതേ അല്ലാ.
ആകാശത്തുകൂടെ വരുന്ന വലിയ മിസൈലുകളെ ഓരോ രാജ്യത്തിന്റെ അതിർത്തികളിലും അതിന്റെ ആ വഴികളിൽ വച്ച് തകർത്ത് കളയുകയാണ് ആ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം. അതിലൊന്നാണ് ദിശ തെറ്റിയിട്ട് അതേ ദുബായിലെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ പതിച്ചതെന്നറിയുന്നു. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് കാവലാകണേ റഹ്മാനെ, നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകൾ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാഹുവേ. ഞങ്ങൾ അയ്യൂബക്ക അല്ലാഹുവേ, ദീനിനെ വലിയ സഹായിക്കുന്നവരും ദീനിനെ ഇഷ്ടപ്പെടുന്നവരും ദീനിനെ ബഹുമാനിക്കുന്നവരും അതിന്റെ ഖാദിമീങ്ങളായ ഉസ്താദുമാരെയും ആലിമീങ്ങളെയും സാദാത്തുക്കളെയും സ്നേഹിക്കുന്നവരുമാണ്. മാഷാ അല്ലാഹ്, പുതിയങ്ങയിൽ നമ്മൾ പരിപാടി നടത്തിയപ്പോ അതിനാവശ്യമായ വലിയ സഹായം അയ്യൂബ് ഖാന്റെ വകയായിരുന്നു. അൽഹംദുലില്ലാഹ്, അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ഇൻഷാ അല്ലാഹ് ദുബായിൽ വരുമ്പോ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണം, അവിടെ വെച്ച് നമുക്കൊരു മദനിയം നടത്തണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് ഖബൂൽ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വീട്ടിലെത്തുന്നത്. റമളാൻ പുണ്യമേറിയ ദിവസത്തിൽ അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഭാര്യ എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുക്കുന്ന സഹോദരിയാണ്. മദനീയം ഒരു ആവേശമാണ്, അത് കേൾക്കാതെ ഒരു റാഹത്തുമില്ല. അതിലെല്ലാ ദിവസവും പങ്കെടുക്കും. ഞങ്ങളെ കൂടെ ഖുർആനോതും, ദിക്ർ ചൊല്ലും, സ്വലാത്ത് ചൊല്ലും, ഹദ്ദാദ് ചൊല്ലും. ജീവിതത്തിൽ അതൊരു ഹോബിയായി നടക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, അതിന്റെ ഗുണം അയ്യൂബുക്കാക്കും അവരുടെ കുടുംബത്തിലും അവരുടെ മക്കളിലും അവരുടെ ഏർപ്പാടുകളിലും ബിസിനസ്സുകളിലും നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഭാര്യക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. ഭാര്യന്റെ ഉപ്പാക്കും ഉമ്മാക്ക് നീ ദീർഘായുസ് ആഫിയത്ത് ആരോഗ്യവും നീ നൽകണേ റഹ്മാനെ. ഉമ്മാന്റെ മുട്ടുകാലിനിക്ക് അതേ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത്. അല്ലാഹുവേ, കാമിലായ ആജിലായ ഷിഫാ ആ ഉമ്മക്ക് നീ നൽകണേ അല്ലാഹ്. ആ ഉമ്മാന്റെ പ്രയാസം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. വേദന നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നല്ല റാഹത്ത് നീ നൽകണേ റഹ്മാനെ. ആ ഉമ്മാക്ക് നീ ഷിഫായിനെ കൊടുക്കണേ അല്ലാഹ്. വേദനകൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളുടെ തണല് ഒരുപാട് കാലം മക്കൾക്ക് നീ നീട്ടിക്കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നാട്ടിലൊരാള് മരണപ്പെട്ടു എന്നറിഞ്ഞാൽ പോലും, പെട്ടെന്ന് ഉപ്പ മരിച്ചു എന്നറിഞ്ഞാൽ, ഉമ്മ മരിച്ചു എന്നറിഞ്ഞാൽ നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണല്ലോ റബ്ബേ ഈ നാട്ടിലുള്ളത്. പരിഹാരം നീ നൽകണേ റഹ്മാനെ. പരിഹാരം നീ നൽകണേ അല്ലാഹ്. പരിഹാരം നീ നൽകണേ റബ്ബേ. പരിഹാരം നീ നൽകണേ അല്ലാഹ്. അയ്യൂബ് ഖാന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ വീടാക്കണേ റബ്ബേ. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനുകളും ദിക്റുകളും എല്ലാം ആ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കച്ചവടത്തിലും ബിസിനസ്സിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളും എല്ലാ ചതിയന്മാരുടെ ചതികളും എല്ലാ സാഹിര്യങ്ങളുടെ സേറുകളും എല്ലാ ഐനീയങ്ങളുടെ ഐനുകളും എല്ലാ മുഫ്തിനീങ്ങളുടെ ഫിത്നകളും മഹാന്മാരായ അസ്വഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ നേതാവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഗൗസുൽ ആദം തങ്ങളെ ബറക്കത്ത് കൊണ്ട് അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണേ അല്ലാഹ്. നീ തിരിച്ചയക്കണേ അല്ലാഹ്. നീ ബുദ്ധിമുട്ടുകൾ നീ നീക്കണേ അല്ലാഹ്. ആജിലായ പരിഹാരം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഗൗസുൽ ആദം തങ്ങളെ ബറക്കത്ത് കൊണ്ട് സർവ്വ ശൈത്വാന്മാരുടെ ശർറുകളും നീ തട്ടി ദൂരത്താക്കണേ അല്ലാഹ്. രണ്ട് മക്കൾക്കും അവരുടെ ഭാര്യമാർക്കും പേരക്കുട്ടികൾക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നല്ല മക്കളെ നീ കൊടുക്കണേ റഹ്മാനെ. വിഷമങ്ങൾ നീ തീർക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ നീ
മാറ്റണേ അല്ലാ. മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സന്താന പരമ്പരകൾ മുഴുവനും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളിൽ അടിയുറച്ചു നിർത്തി ഞങ്ങളുടെയും അവരുടെയും മക്കളെ ഖിയാമത്ത് നാൾ വരെയുള്ള പരമ്പരകളിൽ ഒരാളെപ്പോലും ഒരു നിരീശ്വരവാദിയെയോ ഒരു യുക്തിവാദിയെയോ ഒരു ഫെമിനിസ്റ്റുകാരനെയോ ഒരു ലിബറലിസത്തിന്റെ ആളുകളെയോ ഒരു ബിദ്അത്തിന്റെ ആളുകളെയോ നീ നൽകരുതേ അല്ലാ, നീ നൽകരുതേ അല്ലാ. അങ്ങനെയുള്ള മക്കള് ഞങ്ങൾക്ക് വേണ്ട റബ്ബേ, അങ്ങനെയുള്ള മക്കളും ഞങ്ങൾക്ക് വേണ്ട അല്ലാ. ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഖിയാമത്ത് നാൾ വരെയുള്ള സർവസന്താന പരമ്പരകളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ. പുതിയ കാലഘട്ടമാണ്, ദീനിനെതിരാവുകയാണ്, പരിശുദ്ധമായ ദീനിന്റെ ശിആറുകൾ എതിർക്കുകയാണ്, സ്വർഗമില്ല എന്ന് പറയുകയാണ്, നരകമില്ല എന്ന് പറയുകയാണ്, മത്തേ അള്ളാഹുവിനെ തന്നെ എതിർക്കുകയാണ്. ഞാൻ തോന്നിയതുപോലെ ജീവിക്കും, എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ചോദിക്കുന്ന മക്കൾ വളർന്നു വരുന്ന കാലഘട്ടം. പേടിയുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളെ സന്താന പരമ്പരകളുടെ വിഷയത്തിൽ ഞങ്ങളിപ്പോൾ നേരിടുന്നതിനേക്കാളും വലിയ പ്രതിസന്ധികളായിരിക്കുമല്ലോ റബ്ബേ അവര് ഭാവിയിൽ നേരിടേണ്ടി വരിക. മുഅ്മിനീങ്ങൾക്കെന്നും പ്രതിസന്ധികൾ ഉണ്ടാകുമല്ലോ, പ്രയാസങ്ങൾ ഉണ്ടാകുമല്ലോ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ഒരു ലോകത്തേക്ക്, സ്വർഗീയമായ ലോകത്തേക്ക് പോകാനുള്ളവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് എന്തായാലും ദുനിയാവിൽ ഒരു വിഷമവും പ്രയാസവും പേടിയും ഹമ്മുമൊക്കെ റബ്ബിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അത് റബ്ബിന്റെ തീരുമാനമാണ്, സ്വർഗം ലഭിക്കാനുള്ള വഴിയാണ്. അങ്ങനെ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന സമയത്ത് ഈമാൻ എന്ന വജ്രായുധം അത് പൊന്നുപോലെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ മക്കളെ ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരകൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ അവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയതും റബ്ബായ നീ ഉണ്ട് എന്ന വിശ്വാസവും നിന്നിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഇബാദത്തുകളും നിന്നിൽ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഈ ജീവിതവും ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഏതെങ്കിലും ഉപ്പാപ്പമാരുടെയോ ഉമ്മാമമാരുടെയോ മനസ്സറിഞ്ഞുള്ള ദുആയായിരിക്കാം. അല്ലാഹു അലം, ഞങ്ങൾക്കറിഞ്ഞുകൂടെ അവര് ദുആ ചെയ്തിട്ടുണ്ടാകും. ആ ഒറ്റ കാരണം കൊണ്ടാവാം ഞങ്ങൾ ഇന്നിങ്ങനെ അവസ്ഥയിലേക്ക് എത്തിയത്. ഞങ്ങളെ തലമുറക്കുള്ള ഞങ്ങളുടെ കരുതലായി ഈ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ റബ്ബേ. അയ്യൂബ് ഖാന്റെ കുടുംബങ്ങളുണ്ട്, സഹോദരിയുണ്ട്. ഞങ്ങളെ മദനിയത്തിന്റെ പ്രധാനപ്പെട്ട മെമ്പറാണ്, മദനിയത്തിന്റെ തുടക്കം മുതലുള്ള സഹോദരിയാണ്. ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ആരോഗ്യം നൽകണേ അല്ലാ, മുറാദ് നീ ഹാസുലാക്കണേ അല്ലാ. ഭാര്യയുടെ അനുജത്തിമാരുണ്ട്, അനുജത്തിമാരുടെ മക്കളുണ്ട്, പലരുമുണ്ട് ഈ സദസ്സിൽ. തൊട്ടടുത്ത പള്ളിയിൽ ജോലി ചെയ്യുന്ന വയനാടുകാരനായ ഉസ്താദുണ്ട് ഞങ്ങളെ സദസ്സിൽ. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറ് ചൊരിയണേ അല്ലാ, ബറക്കാത്തുകൾ നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ റബ്ബേ, മുറാദ് നീ ഹാസുലാക്കണേ അല്ലാ. മകൻ SSLC പഠിക്കുകയാണ്, പരീക്ഷ എഴുതുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പരീക്ഷകൾ എഴുതുന്നവര്. എല്ലാ മക്കളെയും നീ വിജയിപ്പിക്കണേ റഹ്മാനെ, ഉന്നതമായ വിജയം നീ നൽകണേ അല്ലാ. നീറ്റ് പരീക്ഷ എഴുതുന്നവരുണ്ട്, വലിയ വലിയ പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ഞങ്ങളുടെ ബന്ധം സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കണേ അല്ലാ. ഈ ബന്ധം ദുനിയാവിൽ നീ ചുരുക്കിക്കളയരുതേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചുപോയ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഉപ്പമാർ, ഉമ്മമാർ, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, ഞങ്ങളെ മദനിയത്തിൽ പങ്കെടുത്ത് ഞങ്ങളെ കൂടെ ഖുർആൻ ഓതിയിരുന്ന, ദിക്ർ ചൊല്ലിയിരുന്ന, സ്വലാത്ത് ചൊല്ലിയിരുന്ന ഒരുപാട് മുത്തുമുഅ്മിനീങ്ങൾ, മുത്തുമുഅ്മിനാത്തുകൾ, എല്ലാവരുടെ ഖബർ
ഖബറുകളിലേക്കും ഇതിന്റെ മുന്തിയ മിസ്ല് സവാബ് നീ എത്തിച്ച് അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. എന്താ നിന്റെ പേര്? അഷ്മിർ, അഷ്ഫാഖ്, ഇസ്നാൻ, സിനാൻ. അല്ലാഹുവേ നല്ല മക്കളാണ്. അല്ലാഹുവേ നല്ല മക്കളാക്കണേ അല്ലാ. നല്ല ഭാവി നീ കൊടുക്കണേ അല്ലാ. അഷ്മിറിന്റെ ബാപ്പാക്ക് സുഖമില്ല. അല്ലാഹുവേ ഞങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന ബാപ്പയാണ്. ആ നാട്ടിൽ പരിപാടി നടന്നപ്പോ കൂടെ ഉണ്ടായിരുന്നു. അല്ലാഹുവേ ആ ബാപ്പാക്ക് നീ കാമിലായ ആജിലായ ശിഫാ നീ കൊടുക്കണേ അല്ലാ. എന്ത് വലിയ രോഗമാണെങ്കിലും ആജിലായ നിലക്കുള്ള ശിഫായിനെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ നല്ല ഇസ്സത്തുള്ള ജീവിതം നീ നൽകണേ അല്ലാ. ഈമാനോടുകൂടെ നല്ല ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയം കാമിലായ ഈമാനോടെ ഖൽബ് ലംഘി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അവരെയും ഞങ്ങളെയും നീ പെടുത്തണേ അല്ലാ. ഈ ചെറുപ്പക്കാർക്ക് പ്രിയപ്പെട്ട അയ്യൂബ് ഖാന്റെ മക്കളടക്കം അല്ലാഹുവേ 2 ആൺമക്കളടക്കം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് നീ നല്ല ഭാവി നീ നൽകണേ റഹ്മാനെ. ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് അവരെ നീ ഉയർത്തണേ അല്ലാ. എല്ലാ ഖൈറിന്റെ വാതിലുകളും അവർക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാ. എന്താണോ അവര് ഖൈറായി ഉദ്ദേശിക്കുന്ന ബിസിനസ്സുകൾ, ഏർപ്പാടുകൾ, അവസ്ഥകൾ, അതിലേക്ക് അവരെ നീ എത്തിച്ച് ആ ഖൈറായ വഴികൾ നീ തുറന്നു കൊടുത്ത് ദീനിനെ സഹായിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്ന നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളെയും പാവപ്പെട്ട യതീമുകളെയും പള്ളിയെയും മദ്രസകളെയും ഒക്കെ അകമഴിഞ്ഞ് സഹായിക്കാനുള്ള ഇസ്സത്തിൽ നിന്നുള്ള ഇസ്സത്ത് അവർക്ക് നീ ഏറ്റി കൊടുക്കണേ റഹ്മാനെ. ഒരു സ്ഥലത്തും നീ പരാജയപ്പെടുത്തരുതേ അല്ലാ. ഖൈറിന്റെ എല്ലാ വാതിലുകളും അവർക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാ. അവരുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ റഹ്മാനെ. അവസാനം ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്, ഈ റമദാനിൽ ഞങ്ങൾക്ക് മരണം ഖൈറാകുന്ന സമയത്ത് നല്ല ഈമാനുള്ള ഖൽബ് ലംഘിയുള്ള മരണം ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. അല്ലാഹുവേ സ്വർഗത്തിൽ വെച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടണം യാ അല്ലാ. പവിത്രമായ നിന്നെ കാണാനുള്ള സൗഭാഗ്യം, നോമ്പ് നോറ്റവർക്കുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് നൽകണേ റഹ്മാനെ. നിന്നെ കാണിക്കണേ അല്ലാ. മദീനയിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. അത്ഭുതകരമായ രൂപത്തിൽ അവിടേക്കുള്ള വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. നീ തുറന്നു തരണേ അല്ലാ. പ്രശ്ന പരിഹാരം നീ നൽകണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.